ഞാൻ വെങ്കട്ടരാമൻ നെടുങ്കണ്ടം. ലാസ്റ്റ് 35 വർഷമായി ഈ കാർഡമം മൈക്രോ ഇറിഗേഷൻ ഫീൽഡിൽ ഉണ്ട്. ഒരുപാട് കാർഡമം പ്ലാന്റേഴ്സ് നമ്മൾ മൈക്രോ സ്പ്രിംഗ്ലേഴ്സ് സിസ്റ്റംസുമായി പലതും സെറ്റ് ചെയ്തിട്ടുണ്ട്. 1985 അലുമിനിയം പൈപ്പുമായിട്ടാണ് നമ്മളിവിടെ വരുന്നത്. അതിനുശേഷം നമുക്ക് HDP പൈപ്പ് വന്നു. അതിനുശേഷം ഫോഗർ സിസ്റ്റം, മിസ്റ്റ് സിസ്റ്റം, അതുമാതിരി പല സിസ്റ്റങ്ങൾ വന്നു. ഇപ്പോൾ നമ്മൾ മൈക്രോ സ്പ്രിംഗ്ലേഴ്സിൽ എത്തി നിൽക്കുന്നു. ഇപ്പോൾ നമ്മൾ മൈക്രോ സ്പ്രിംഗ്ലേഴ്സ് നമ്മളിപ്പോൾ ഇന്ന് ആട്ടുപാറ മയിലാടുംപാറയ്ക്കടുത്ത് ആട്ടുപാറയിൽ ജോഷി വർക്കി എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ തോട്ടത്തിലേക്ക് നമുക്ക് പോവാം. അദ്ദേഹത്തിൻ്റെ ചില അനുഭവങ്ങൾ നമുക്ക് പങ്കുവയ്ക്കാം. ഇതിൻ്റെ കൂടെ മൈക്രോ സ്പ്രിംഗ്ലേഴ്സ് പറഞ്ഞാൽ എന്താ അതിൻ്റെ അഡ്വാൻറ്റേജ്? മൈക്രോ സ്പ്രിംഗ്ലേഴ്സ് വളരെ സിമ്പിൾ, അത് ഈസി മെയിൻ്റനൻസ് ആണ്. പറഞ്ഞ സമയത്ത് പറഞ്ഞ ചെടിക്ക് പറഞ്ഞ മാതിരി വെള്ളം കൊടുക്കാൻ പറ്റും. വലിയ കഷ്ടങ്ങളൊന്നുമില്ല. ഒരുപാട് തോട്ടം മുഴുവൻ ഫ്ലഡായി കിടക്കുന്നില്ല. ഇതെല്ലാം അഡ്വാൻറ്റേജാണ്. പക്ഷേ ആ മൈക്രോ സ്പ്രിംഗ്ലറും നമ്മളുടെ മൈക്രോ സ്പ്രിംഗ്ലറും എന്താ വ്യത്യാസം? ഞങ്ങൾ സുജയ് ഇറിഗേഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് പറഞ്ഞ കമ്പനിയിലെ മൈക്രോ സ്പ്രിംഗ്ലറാണ്. എല്ലാം വെർജിൻ പ്ലാസ്റ്റിക് കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. 35 പൗണ്ട്സ് പെർ സ്ക്വയർ ഇഞ്ച്, 35 പൗണ്ട്സ് പ്രഷറിൽ അടിച്ചാലും നമുക്ക് യാതൊരു വിധത്തിലുള്ള ഫിറ്റിങ്സ് പൊട്ടിത്തെറിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളത് വലിയ അഡ്വാൻറ്റേജാണ്. PP ബോൾ വാൾവ്, പായലിലെ PP ബോൾ വാൾവ്, മെയിൻ ലൈന് സബ് ലൈന് ഇത് രണ്ടും നമ്മൾ കൊടുവൂരിൻ്റെയാണ് കൊടുക്കുന്നത്. കൊടുവൂരിൻ്റെ HDP പൈപ്പാണ് നമ്മൾ ആ ഏരിയയിൽ കൊടുക്കുന്നത്. ലാസ്റ്റ് 30 വർഷമായി നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. വളരെയധികം തൃപ്തി തരുന്ന ഒരു മെറ്റീരിയൽസാണ് നമ്മൾ ആ ഏരിയയിൽ ഉപയോഗിക്കുന്നത്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ മൈക്രോ ഇറിഗേഷൻ ഫോർ കാർഡം ചെയ്യുമ്പോൾ വളരെയധികം ടെക്നിക്കൽ ഇൻവോൾവ്മെൻ്റ് ഒരു ഏരിയ ആണ്. അതിൽ ഓരോ സൈറ്റ് അനുസരിച്ച് ഡിസൈൻ മാറിക്കൊണ്ടേയിരിക്കും. അപ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിസ്റ്റം ഡിസൈനിങ്, സർവേ, സപ്ലൈ, ഇൻസ്റ്റലേഷൻ ഇതെല്ലാം ചെയ്യാനായിട്ട് നമുക്കൊരു കംപ്ലീറ്റ് ആയിട്ടൊരു ടീമുണ്ട്. അവർ നമ്മളോട് 10-20 വർഷമായി നമ്മൾ അസോസിയേറ്റ് ഇരിക്കുന്നുണ്ട്. നമുക്കിതെല്ലാം ചെയ്യാൻ പറ്റുന്നുണ്ട്. അതൊരു വലിയ അഡ്വാൻറ്റേജായി നമ്മൾ കാണുന്നു. പിന്നെ വേറെ ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം എന്ന് വെച്ചാൽ ഇതിൽ മെയിനായിട്ട് നമുക്ക് ഇപ്പോൾ അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റ് കൃഷിഭവൻ വഴി സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷൻ വഴി ഒരു ഏക്കറിന് 8000 രൂപ വരയ്ക്കും കിട്ടുന്ന ഒരു സബ്സിഡി സ്കീം നിലവിലുണ്ട്. അപ്പോൾ കൃഷിക്കാർ ഇതെല്ലാം പ്രയോജനപ്പെടുത്തുന്നു ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നു. നമുക്കിന്ന് വീഡിയോ കാണാം. ജോഷി ഇപ്പോൾ വന്നിട്ട് ഒരു 10-12 ഏക്കർ നമ്മൾ മൈക്രോ സ്പ്രിംഗ്ലേഴ്സ് കാര്യം നമ്മൾ ഈ തോട്ടം നമ്മൾ ചെയ്തു. നമ്മളതിൽ HDP നേരത്തെ ഞങ്ങൾ ആദ്യം ഓസ് വെച്ച് അടിച്ചുകൊണ്ടിരുന്നു. ഇപ്പോൾ നമ്മൾ മൈക്രോ സ്പ്രിംഗ്ലേഴ്സ് ശേഷം മൊത്തത്തിൽ ഒരു എങ്ങനെയുള്ള ഒരു കാര്യങ്ങൾ ഒരു ചെറിയൊരു അഭിപ്രായങ്ങളാണ് നമുക്കൊന്ന് പറയാം. ഇപ്പോൾ തീർച്ചയായിട്ടും വളരെ വളരെ ഒരു മെച്ചമായ ഒരു അവസ്ഥയാണുള്ളത് സ്വാമി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത് ഒത്തിരി ലേബർ കോസ്റ്റിലാണ് ഒരുപാട് കുറവ് വന്നിരിക്കുന്നത്. അപ്പം നമുക്ക് നേരത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 4-5 പേര് ഒരുപാട് ഓസുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ച് അടിക്കുന്ന ഒരു സിസ്റ്റമായിരുന്നു. ഇപ്പോൾ അത് നമ്മൾ ഒരാൾ തന്നെ മൊത്തത്തിൽ ഓപ്പറേറ്റ് ചെയ്യാവുന്ന ഒരു അവസ്ഥയാണ്. അപ്പം നമ്മൾ ഒരു മോട്ടോർ ഓണാക്കിയിട്ട് ഒരു 4 വാൽവ് ഓണാക്കിയിട്ട് കഴിഞ്ഞാൽ ഏകദേശം ഒരു 10-200 ചെടി കവർ ചെയ്യുന്നു. ഇതിൽ ഒരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ നമ്മൾ നേരത്തേക്ക് ഒരു ചെടിക്ക് നമ്മൾ 100 ലിറ്റർ വെള്ളം കൊടുക്കും. അത് കഴിഞ്ഞാൽ 10 ദിവസം കഴിഞ്ഞായിരിക്കും നമ്മൾ വെള്ളം കൊടുക്കും. ഇതങ്ങനെയല്ല, ഓരോ ദിവസവും നമുക്ക് 10 ലിറ്റർ ചെടിക്ക് വെള്ളം കൊടുക്കും. വേസ്റ്റേജ് ഒട്ടും ഇല്ലാതെ ചെടിക്ക് ആവശ്യത്തിന് മാത്രം ചെടി വലിക്കുന്നുള്ളൂ. നമുക്ക് അതിനനുസരിച്ച് കൊടുക്കാനും പറ്റുന്നുണ്ട്. അതേമാതിരി മഴക്കാലത്ത് ഒരുപക്ഷെ മഴ ഫെയിലിയർ ആയ സമയത്ത് ഇടയ്ക്ക് നമുക്ക് ഓപ്പറേറ്റ് ചെയ്ത് അതിൻ്റെ ആ ഉണ്ടായ പൂ താഴെ വീഴാത്ത രൂപത്തിൽ നമുക്ക് രക്ഷിക്കാൻ പറ്റുന്ന പ്രാവശ്യം ജോഷികൾ അതെങ്ങനെ ഉണ്ടായിരുന്നു? ഇപ്രാവശ്യം മഴക്കാലത്ത് ഓടിച്ചു. വേനൽക്ക് ഉപയോഗിക്കുന്നതിനെ കഴിഞ്ഞും കൂടുതൽ നമുക്ക് അഡ്വാൻറ്റേജ് ഈ മഴക്കാലത്താണ് വരുന്നുണ്ട്. കാരണം നല്ല ഫ്ലവറിങ്ങിൽ നിൽക്കുന്ന സമയത്ത് വെയിൽ കൂടുതൽ ദിവസം നിന്നാലും മഴയില്ലാതെ വന്നു കഴിഞ്ഞാൽ നമുക്കത് നഷ്ടപ്പെടുന്ന അവസ്ഥയുണ്ടായിരുന്നു. ഇതിപ്പോൾ നമ്മളൊരു അരമണിക്കൂർ ഓടിച്ചു വിട്ട് കഴിഞ്ഞാൽ ചെടി നല്ല ഫ്ലവറിംഗ് ഒക്കെ പെട്ടെന്ന് സെറ്റ് ആകുന്നുണ്ട്. പിന്നെ ഫെർട്ടിഗേഷൻ ആണെങ്കിൽ പോലും നമുക്ക് ഒരു വളം കൊടുത്താൽ നമ്മൾ മഴയെ ആശ്രയിച്ച് നിൽക്കേണ്ട സമയമില്ല. നമ്മൾ വളപ്രയോഗം നടത്തി ഉടൻ തന്നെ നമുക്ക് സ്പ്രിംഗ്ലർ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ അത് ഉടനെ സപ്ലൈ ആകുന്ന ഒരു അവസ്ഥയുള്ളൂ. അപ്പം അതൊരു വളരെ മെച്ചപ്പെട്ട ഒരു അവസ്ഥയാണ്. ഫെർട്ടിഗേഷൻ ഇപ്പോൾ നിങ്ങൾ ചെയ്തത് 8 HP എഞ്ചിൻ ഓടിക്കൊണ്ടിരിക്കും. അതിൻ്റെ കൂടെ നമ്മൾ പോളിഫീഡ് പറഞ്ഞാൽ പോളിക്കൂടി വലിക്കുന്നു, ഒരു ഹോണ്ടയുടെ പമ്പ് സെറ്റ് വെച്ച് അതിൽ ഇഞ്ചക്ട് ചെയ്യുന്നു. അപ്പോൾ ആ ഒരു ഏരിയ മാത്രം നമുക്ക് ഫെർട്ടിഗേഷൻ അങ്ങനെയും കൊടുക്കാം. അങ്ങനെ എല്ലാ ഏരിയയും ഫെർട്ടിഗേഷൻ ചെയ്യും. അപ്പോൾ ആ ഒരു പമ്പ് സെറ്റും കൂടെ ഉപയോഗിച്ചാണ് ഫെർട്ടിഗേഷൻ ചെയ്യുന്നത്. ഓക്കെ, ഒരു ഏക്കറിൽ 1,00,000 ലിറ്റർ വെള്ളം കൊണ്ട് ഒഴിച്ചാൽ 1 ഇഞ്ച് മഴ. ഇപ്പോൾ നിങ്ങൾ 100 സ്പ്രിംഗ്ലർ ഒഴിക്കുകയാണെങ്കിൽ അരമണിക്കൂർ അടിച്ചു കഴിഞ്ഞാൽ ഏകദേശം 400 ലിറ്റർ പെർ അവറാണ് ഒരു സ്പ്രിംഗ്ലർ ഡിസ്ചാർജ് ചെയ്യുന്നത്. അപ്പോൾ 100 സ്പ്രിംഗ്ലർ 40 ലിറ്റർ വെള്ളത്തോളം അവിടെ കിട്ടുന്നില്ല. അരയിഞ്ച് മഴ ആയിക്കഴിഞ്ഞു. അരയിഞ്ച് മഴ എന്ന് പറയുമ്പോൾ അതൊരു 5 ദിവസം കണ്ടിന്യൂസ് ആയി അടിക്കുമ്പോൾ ആ ലാൻഡേറ്റീവ് മൂവ്മെന്റ് ഓഫ് വാട്ടർ എന്ന് പറയും. വാട്ടറിന് താഴേക്കും പോകും, സൈഡ് വേസും പോകും. അപ്പോൾ സൈഡ് വേസ് പോലും നമ്മുടെ തോട്ടം മുഴുവൻ മൊത്തം വെള്ളമായി മാറും. അതാണ് അതിൻ്റെ ഒരു മെയിനായിട്ട്. നിങ്ങൾ ഈ കൃഷിഭവനിൽ സബ്സിഡിക്ക് അപ്ലൈ ചെയ്തു. ഇതിൽ എന്തൊക്കെയാണ് ഫോർമാലിറ്റീസ്? നമ്മൾ ഈ പറഞ്ഞ പോലെ ടാക്സ് ടോക്കണ്, അതുപോലെ തന്നെ മറ്റേ ഒരു നമ്മുടെ ഒരു വാല്യുവേഷൻ്റെ ഒരു സർട്ടിഫിക്കറ്റ്,
പിന്നെ സാമ്യത എന്നപോലെ തന്നെ അതിൻ്റെ കൊട്ടേഷന്, അതിൻ്റെ ബില്ലിങ് കാര്യങ്ങൾ അത്രയും വലിയ കോംപ്ലിക്കേഷൻ ഒന്നുമില്ല. ഇത്രയും കാര്യങ്ങളൊക്കെ കൊടുത്താൽ മതിയായിരുന്നു. ഈ മിസ്റ്റിനെ അപേക്ഷിച്ച് ഒത്തിരി കുറവുണ്ട്. കാരണം ചെടിയായിട്ട് ഇത് ഡയറക്റ്റ് ബന്ധപ്പെട്ടല്ല നിൽക്കുന്നത്. അതുകൊണ്ട് ചെടിയിൽ ഇപ്പോൾ കവാത്തെടുക്കുന്നോ കായെടുക്കുന്നോ ആയിട്ട് ഈ സ്പ്രിംഗ്ലറുമായിട്ട് തടസ്സം വരുന്നില്ല. അത് ഇതിൻ്റെ ഫൈനൽ സ്റ്റേജിൽ ജോഷിക്ക് ഈ കാർഡമം പ്ലാന്റേഴ്സോട് പ്രത്യേകിച്ച് പറയാനുള്ളതായിട്ടുള്ള ഒരു മെസ്സേജ് ഒരു 10 ലേഖ നമ്മൾ ചെയ്തു. ഇതിൻ്റെ ഒരു മെയിനായിട്ട് ഒരു കോൺസെപ്റ്റായിട്ട് ഒരു എത്ര ചുരുക്കമായിട്ട് പറയാനുള്ളൊരു മെസ്സേജ് പറയും. ഈ പറഞ്ഞ ഒരു സ്പ്രിംഗ്ലർ ഇറിഗേഷന് വളരെ ഫലപ്രദമാണ്. ഇപ്പം ഉണ്ടായിരുന്നതിൽ പഴയതിൽ മിസ്റ്റിനെ കഴിഞ്ഞോ അല്ലെങ്കിൽ ഡ്രിപ്പ് ഇറിഗേഷനെ കഴിഞ്ഞോ ഒക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഇത് ഒരുപാട് മെച്ചമായിട്ട് കാണുന്നുണ്ട്. എൻ്റെ ഒരു സ്വന്തം അനുഭവത്തിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് നമുക്ക് ഒരു ജോലി ചെയ്യുന്നതിൽ വേറെ ഇറിറ്റേഷനോ കാര്യങ്ങളോ ഒന്നും പറ്റുന്നില്ല. നമ്മുടെ തോട്ടത്തിലെ ജോലികൾക്കൊന്നും ഇത് തടസ്സമാകുന്നില്ല. അതുപോലെ തന്നെ എഫക്റ്റിലാണെങ്കിൽ പോലും നമുക്ക് ഇറിഗേഷൻ നല്ലൊരു ക്ലിയർ ആയിട്ട് കൊടുക്കാൻ പറ്റുന്നുണ്ട്. വെള്ളം ചിലവ് കുറയുന്നുണ്ട്, ലേബർ കോസ്റ്റ് കുറയുന്നുണ്ട്. അതുകൊണ്ട് വളരെയധികം നല്ല ഒരു സിസ്റ്റമാണിത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതെ, ഇതിൽ വേറൊരു പോയിന്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു എസ്റ്റേറ്റ് നമ്മൾ 40 HP ഇലക്ട്രിക് മോട്ടോറാണ് മൈക്രോ സ്പ്രിംഗ്ലർ ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ പ്രഷർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു 50 PSI പ്രഷർ, വളരെ പൗണ്ട്സ് പ്രഷർ നമുക്ക് ഡെവലപ്പ് ആകുമായിരുന്നു. അവിടെയൊക്കെ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത ഒരു 300 മൈക്രോ സ്പ്രിംഗ്ലേഴ്സ് ഒരു പ്രശ്നമില്ലാതെ വളരെ സുഖമായിട്ട് കംഫർട്ടബിളായിട്ട് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. അതിൻ്റെ കാരണം ഞാൻ ഉപയോഗിക്കുന്ന കൊടൂർ HDP പൈപ്പ്, പായലിൻ്റെ വാൾസ്, സാഡിൽ, അതുമാതിരിയുള്ള സാധനങ്ങൾ, വെർജിനായിട്ടുള്ള സുജയ ഇറിഗേഷൻ്റെ ഫിറ്റിങ്സ് എല്ലാം, ISI ആയിട്ടുള്ള 450 ലിറ്റർ പെർ അവർ ഡിസ്ചാർജ് ചെയ്യുന്ന മൈക്രോ സ്പ്രിംഗ്ലേഴ്സ്, വെരി എക്സലൻറ്റ് പ്രോഡക്റ്റ്. അത് നിങ്ങൾ യൂസ് ചെയ്താലേ അതിൻ്റെ പ്രയോജനം നിങ്ങൾക്ക് അറിയും. സോ അത് യൂസ് ചെയ്ത് നോക്കൂ, നിങ്ങൾക്ക് അറിയാം. താങ്ക് യു.